കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. നമുക്കിപ്പം ഇതിൻ്റെ ഭാരവാഹികൾ കൂടി ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധം? കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കഴിഞ്ഞ 60 വർഷത്തെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാൽ ചിലപ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക തന്നെ തോറ്റുപോകും. ആ അർത്ഥത്തിലേക്ക് ജനങ്ങൾക്ക് സേവനം നൽകുമ്പോൾ ചെറിയ ചികിത്സാ പിഴവിൻ്റെ പേരിൽ ഈ സ്ഥാപനത്തെ ഇകഴ്ത്തിത്തുന്ന രൂപത്തിലേക്കുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും മാധ്യമങ്ങളുടെയും അതിനെ തുറന്നു കാണിക്കുക എന്നുള്ളത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കടമയാണ്. ആ ഒരു കടമയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള മെഡിക്കൽ നിയമങ്ങൾ ആ മെഡിക്കൽ നിയമങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്ന് പറയുന്നതിന് വേണ്ടി കഴിയുകയില്ല. പക്ഷേ ആ മെഡിക്കൽ നിയമങ്ങൾ തന്നെ MBBSൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടോ നഴ്സിംഗിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടോ മറ്റ് പാരാമെഡിക്കൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടോ വരുന്നില്ല എന്നുള്ള പരിമിതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ മെഡിക്കൽ നിയമങ്ങളടക്കം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി ഡോക്ടർമാർ അടക്കമുള്ള ആളുകളുടെ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടുന്നത് സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളടക്കം ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഈ അടുത്ത കാലത്ത് പല വിധത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണല്ലോ. ഈ ചികിത്സാ പിഴവിനിരയായിട്ടുള്ള രോഗിയും പിഴവ് പറ്റിയിട്ടുള്ള ഡോക്ടറും രണ്ട് മനുഷ്യാവസ്ഥകളാണ്. ആ രണ്ട് മനുഷ്യാവസ്ഥകൾ ആ മനുഷ്യാവസ്ഥയായിട്ട് തന്നെ ചിത്രീകരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. അല്ലാതെ ഒരു ഭാഗത്ത് വീഴ്ചയും മറുഭാഗത്ത് ഇരകളുമായിട്ട് മാറുന്ന രൂപം യഥാർത്ഥത്തിൽ ആതുര സേവനം നടത്തുന്ന പൊതുമേഖല പോലുള്ള സ്ഥാപനങ്ങളോട് ചെയ്യുന്ന ഒരു കറുത്ത അപരാധമായിട്ടാണ് അതിനെ കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. രണ്ട് മനുഷ്യാവസ്ഥകളാണ്. ആ മനുഷ്യാവസ്ഥയെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. സ്വകാര്യ ആശുപത്രികളാണ് ഇത്തരം ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അപവാദങ്ങൾക്ക് പിറകിൽ എന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഉയരുന്നുണ്ടോ? അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിലത്തെ പൊതുജനാരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുജനാരോഗ്യ മേഖലയായി കഴിഞ്ഞാലും സ്വകാര്യ ആശുപത്രികളായി കഴിഞ്ഞാലും രണ്ടും കൂടെ കൂടിച്ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലേക്കുള്ള ഒരു ആരോപണമില്ല. പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ആരോപണത്തിൽ ചെറുക്കുക എന്നുള്ളത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കടമയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ നഴ്സുമാർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പൊതുജനാരോഗ്യ സംരക്ഷണ ശൃംഖല പുരോഗമിക്കുന്നത്. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.